ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം വേൾഡ്. അപ്പോൾ നേരം വെളിച്ചായി കഴിഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുന്നത് ഇവരടുത്തു നിന്നാണ് കേട്ടോ. രാവിലെ ഒരു 7 മണിയാകുമ്പോഴേ ഇവർ കരച്ചിൽ തുടങ്ങും. അപ്പോൾ വേഗം അവരെ പുറത്തുള്ള പറമ്പിലൊക്കെ കെട്ടി വെള്ളമൊക്കെ കൊണ്ട് വെച്ചെടുത്താൽ അവരതിമ കഴിഞ്ഞോളും. പിന്നെ മോളെ ഒരു കാര്യമാണ്, അവൾ സ്കൂൾ പോകാൻ നേരം ഇതാണ് പരിപാടി. ഈ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഊഞ്ഞാലുമ്പോൾ കുറച്ചൊക്കെ ആടി അത് കഴിഞ്ഞിട്ടാണ് അവളെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് അങ്ങനെ വന്നപ്പോഴേക്കും ഒരാളെ അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. 4 പേരാണുള്ളത്. ഒരാളെ തിരഞ്ഞു നോക്കിയിട്ട് കാണില്ല. അപ്പോൾ അവൾ വീടിൻ്റെ പിറകിൽ ഇല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരഞ്ഞു പിടിച്ച് ആളങ്ങോട്ട് പോയിട്ടുണ്ട്. അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. അവൾക്ക് പിന്നെ ഗർഭിണിയായത് കാരണം ഒരു സ്പെഷ്യൽ ഫുഡാണ് രാവിലെ കൊടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, പിണ്ണാക്ക് കുറച്ചൊരു കട്ടിയിലാക്കിയിട്ട് കുറച്ച് കൊടുക്കും. അതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ട് കെട്ടൽ. അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞ് വന്ന് ലാസ്റ്റാണ് നമ്മൾ ഈ കോഴിക്കോട് ഇവരെ 3 പേരെയും വിടൽ. അപ്പോൾ എന്നത്തെയും പോലെ കോഴിക്കോട് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്നലെ സുഖമില്ലാതെ ആൾ കൂട്ട് കയറി കിടന്നതാണ്. ഇപ്പോൾ ആ കിടന്ന പാടെ തന്നെ ആൾ ജീവൻ പോയിട്ടുണ്ട്. പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരനക്കമില്ല. അപ്പോൾ ആകെപ്പാടെ നീല നിറമായിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലുള്ളവർ പറഞ്ഞത് പുറത്തുള്ളൊരു എലി വിഷം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എലി വിഷം പോയിട്ട് ആൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. അപ്പോൾ തലേ ദിവസം തന്നെ ആൾക്ക് ചെറുതായിട്ട് വയ്യാതായിരുന്നു. ആൾ കൂട്ടിൽ കയറി സ്വയം കൂട്ടിൽ കയറി കിടന്നു തന്നെയാണ്. പക്ഷെ ആ കിടന്ന കിടപ്പിൽ ആൾ പോയിട്ടുണ്ട്. ഇത് മനസ്സിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഇവരെ ഈ 3 ആടുകളെ കൊണ്ടെടുക്കുമ്പോൾ തന്നെ ഇവർക്കും ഇവരെ കാര്യങ്ങളും രാവിലെ തന്നെ നോക്കുന്നതാണ്. കൂട് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അടുക്കള ഭാഗത്തേക്ക് വന്ന് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുന്നത് വരെ അവിടെ വന്ന് നിൽക്കും 3 പേരും കൂടെ. പക്ഷെ ഇതിനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ഗിനി കിടന്ന് ഓടിക്കളിക്കുകയാണ്. ഞാൻ അതിനെടുത്തോണ്ട് അതിന് വെച്ചെടുത്തു. അപ്പോൾ ഗിനിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറിക്കേണ്ട അതിനെ എന്നത്തെയും പോലെ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അവനറിയണില്ലല്ലോ ഇവ ചത്ത് കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായി തോന്നുന്നു. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ് ഇവരും കാണുന്നത്. ഇപ്പോൾ ഈ ഒരാൾ പോയപ്പോൾ വീട്ടിലൊരാൾ പോയ ഒരു ഫീലാണ് ഉണ്ടായത്. ഒരുപാട് സങ്കടം ഉണ്ടാക്കുകയാണ് ഇവരെ ഈ അവസ്ഥ കാണുമ്പോൾ. ഈ കോഴിയുടെ കിടപ്പ് കാണുമ്പോഴും ഗിനിക്കോഴിയുടെ കരച്ചിലും കേൾക്കുമ്പോഴൊക്കെ മനസ്സിക്ക് സങ്കടം കൂടി വരുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ വേഗം തൂക്കിയെടുത്ത് കുഴിച്ചിടാൻ കൊണ്ടുപോയി. അപ്പോഴും ഗിനിക്കോഴി ഒപ്പം ഓടി വരുമായിരുന്നു. ഈ കോഴിയെ കുഴിച്ചിടുമ്പോഴും ഗിനിക്കോഴി ചുറ്റിനും ഓടി നടക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ്റെ അവസ്ഥ ഇതാണ്. പൂവിനെ കാണാതാവുമ്പോൾ ഈ ഗിനിക്കോഴി ഇങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങും. ആ കരച്ചിൽ കേട്ട് അവ എവിടെ ഉണ്ടെങ്കിലും ഓടിയെത്തും. അതുപോലെ തന്നെയാണ് ഞാനൊന്ന് വിസിലടിച്ചാലും മതി, അവ എവിടെ ഉണ്ടെങ്കിലും പറന്നു വരുമായിരുന്നു. തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഇവൻ്റെ ഈ കരച്ചിൽ മുഴുവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.